ലേറ്റസ്റ്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ആയിട്ടുള്ള ISRO നിന്നാണ് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് ലിക്വിഡ് പ്രൊപ്പോഷണൽ സിസ്റ്റം സെൻറ്ററിൽ നിന്നാണ് വിളിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്തുള്ളതാണെന്ന് ഓർത്തിരിക്കുക. സോ അപ്പോൾ വിളിച്ചിരിക്കുന്നത് 2-3 തസ്തികയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം ഏതൊക്കെ തസ്തികയിലേക്കാണ്, എത്രയാണ് പേ ലെവൽ, എത്ര വേക്കൻസി വന്നിട്ടുണ്ടെന്നൊക്കെ നോക്കാം. ആദ്യം നോക്കുന്നത് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് തസ്തികയിലേക്കാണ്. അത് വിളിച്ചിരിക്കുന്നത് മെക്കാനിക്കലാണ്. പോസ്റ്റ് കോഡ് നോക്കുക 792. അതിന് നിങ്ങൾ പോസ്റ്റ് കോഡ് വെച്ച് വേണം നോക്കാൻ. അതായത് നിങ്ങൾക്ക് എക്സെപ്ഷൻ വരുന്നുണ്ട് ഫീ പേയ്മെൻറ്റിന്. ഓരോ പോസ്റ്റ് കോഡിനുമായിരിക്കും എക്സെപ്ഷൻ വരുന്നതെന്ന് ഓർത്തിരിക്കുക. സോ മെക്കാനിക്കലിൽ 11 വേക്കൻസിയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇത് 3 വർഷത്തെ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയർ വേണം, വിത്ത് ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരിക്കണമെന്ന് പറയുന്നുണ്ട്. പിന്നീട് വിളിച്ചിരിക്കുന്നത് 793 ഇലക്ട്രോണിക്സിൽ ഒരു വേക്കൻസി എന്ന് പറഞ്ഞാൽ ജനറൽ കാൻഡിഡേറ്റാണ്. 3 വർഷത്തെ ഡിപ്ലോമ ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് എഞ്ചിനീയറിംഗ് വിത്ത് ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരിക്കണം. ജനറൽ കാൻഡിഡേറ്റിൽ നിങ്ങൾക്ക് മറ്റുള്ള കാസ്റ്റിന് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ ഓർത്തിരിക്കുക. പിന്നീട് വിളിച്ചിരിക്കുന്നത് സബ് ഓഫീസറാണ്. പേ ലെവൽ 35,000 മുതൽ 1,12,000 വരെയാണ്. സോ ഇവിടെ വേണ്ടത് 6 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ലീഡിംഗ് ഫയർമാൻ അല്ലെങ്കിൽ DCOയിൽ പൊസസിങ് സബ് ഓഫീസർ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ BSc ഉണ്ടായിരിക്കണം. BSc വിത്ത് PCM പ്ലസ് സബ് ഓഫീസർ സർട്ടിഫിക്കറ്റ് പ്ലസ് മിനിമം 2 വർഷത്തെ എക്സ്പീരിയൻസ് ഈ ലീഡിംഗ് ഫയർമാൻ ആൻഡ് ആഫ്റ്റർ സബ് ഓഫീസർ കോഴ്സ് ഇത് പാസ് ആയവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യും. അതോടൊപ്പം തന്നെ അവർക്ക് വാലിഡ് ആയിട്ടുള്ള ഹെവി വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം എന്നും പറയുന്നുണ്ട്. പിന്നെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിന് ഫിറ്റ് ആയിരിക്കണമെന്നും പറയുന്നുണ്ട്. ഒരു വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. ഇവിടുത്തെ പോസ്റ്റ് കോഡ് 794. സോ പിന്നീട് വിളിച്ചിരിക്കുന്നത് ടെക്നീഷ്യൻ B എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ്. സോ അവിടെ 795 പോസ്റ്റ് കോഡ് ടർണറാണ്. ഒരു വേക്കൻസി SLC പാസ്സായിരിക്കണം. അതോടൊപ്പം തന്നെ ITIയിൽ ടർണർ ട്രേഡ് ITI എടുത്തിരിക്കണമെന്നും പറയുന്നുണ്ട്. പിന്നീട് 796 ഫിറ്റർ എന്ന് പറയുന്ന തസ്തിക 4 വേക്കൻസി. ഇവിടെ ബംഗളൂരുവിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. SLC പാസ്സായിരിക്കണം പ്ലസ് ITIയിൽ ഫിറ്റർ ട്രേഡ് പഠിച്ചിരിക്കണമെന്നും പറയുന്നുണ്ട്. ITI അല്ലെങ്കിൽ NTC അല്ലെങ്കിൽ NACൽ ഫിറ്റർ ട്രേഡ് പഠിച്ചിരിക്കണം, അല്ലെങ്കിൽ NCVAT എന്നും പറയുന്നുണ്ട്. പിന്നീട് 797 റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് മെക്കാനിക്ക്, ഒരു വേക്കൻസി ബംഗളൂരിലേക്ക്. സോ ഇവിടെയും 10ാം ക്ലാസ് പ്ലസ് നിങ്ങൾക്ക് ITI ഉണ്ടായിരിക്കണം. റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് മെക്കാനിക് ട്രേഡ് എന്ന് പറയുന്നുണ്ട്. പിന്നീട് വിളിച്ചിരിക്കുന്നത് ഹെവി വെഹിക്കിൾ ഡ്രൈവിങ്ങിലാണ്. സോ 798 പോസ്റ്റ് കോഡ്. 2 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. കേരളത്തിലെ തിരുവനന്തപുരത്തേക്കാണ് വിളിച്ചിരിക്കുന്നത്. സോ ഇവിടെ വേണ്ടത് 10ാം ക്ലാസ് ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഹെവി ഒന്നെങ്കിൽ 5 വർഷത്തെ അല്ലെങ്കിൽ മിനിമം പറയുന്ന 3 വർഷത്തെ ഹെവി വെഹിക്കിൾ ഡ്രൈവിങ്ങിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. സോ ഇപ്പോൾ നെക്സ്റ്റ് പോസ്റ്റ് കോഡ് നോക്കുവാണെങ്കിൽ ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവർ A ആണ്. 799 ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവർ A. 2 വേക്കൻസിയാണ് വന്നിരിക്കുന്നത് തിരുവനന്തപുരത്തേക്ക്. ഇവിടെ വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ 10ാം ക്ലാസ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവിങ്ങിൽ. അതോടൊപ്പം തന്നെ മസ്റ്റ് പൊസസ് വാലിഡ് ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസും ഉണ്ടായിരിക്കണമെന്നും പറയുന്നുണ്ട്. സോ അത് ജസ്റ്റ് നിങ്ങൾ ഓർത്തിരിക്കുക. ഇതാണ് ഇത്രയും ക്വാളിഫിക്കേഷനാണ് വന്നിരിക്കുന്നത്. സോ ഇനി സെലക്ഷൻ പ്രോസസ്സ് എങ്ങനെ നോക്കുക. സെലക്ഷൻ പ്രോസസ്സ് നിങ്ങൾക്ക് റിട്ടേൺ ടെസ്റ്റ് ഉണ്ടായിരിക്കും. പിന്നീട് സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും. ഓരോ പോസ്റ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും സ്കിൽ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നതെന്ന് ഓർത്തിരിക്കുക. സോ സിലബസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. റിട്ടേൺ ടെസ്റ്റിന് ഓരോന്നിൻ്റെ സിലബസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ അത് നോക്കുക. അതോടൊപ്പം തന്നെ സ്കിൽ ടെസ്റ്റ് വേണ്ട പോസ്റ്റ് ഏതൊക്കെയാണോ അത് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടെന്നും നിങ്ങൾ ആലോചിക്കുക. ഇനി നിങ്ങൾക്ക് എക്സാമിനേഷൻ ഫീസ് നോക്കാം. ഇവിടെയാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ പോസ്റ്റ് കോഡ് ശ്രദ്ധിക്കണമെന്ന് പറയുന്നത്. അതായത് പോസ്റ്റ് കോഡ് 792, 793, 794 വരുന്ന പോസ്റ്റ് കോഡിന് വരുന്ന കാൻഡിഡേറ്റിന് 250 രൂപയാണ് എക്സാമിനേഷൻ ഫീസ്. സോ ബാക്കി വരുന്ന SC ST ഫീമെയിൽ PWD സർവീസ്മാൻ കാൻഡിഡേറ്റിന് എക്സാമിനേഷൻ ഫീസ് ഇല്ലെന്ന് ഓർത്തിരിക്കുക. പിന്നീട് വരുന്ന 795, 799 കാറ്റഗറിക്ക് വരുന്നതിന് നിങ്ങൾക്ക് 500 രൂപയാണ് ഫീസ്. ബാക്കി വരുന്ന SC ST ഫീമെയിൽ അതുപോലെ PWD സർവീസ്മാൻ കാൻഡിഡേറ്റിന് എക്സാമിനേഷൻ ഫീസ് ഇല്ല. പിന്നെ ഇവിടെ പറയുന്നത് എക്സാം നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊടുത്ത എക്സാമിനേഷൻ ഫീസ് റീഫണ്ട് ആയിട്ട് കിട്ടുന്നതാണെന്ന് ഇവിടെ പറയുന്നുണ്ട്. സോ അതുകൊണ്ട് ജസ്റ്റ് നിങ്ങൾ ഓർത്തിരിക്കാം. പിന്നെ ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഡേറ്റ് 12/8/2025 ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് 26/8/2025 ഓൺലൈൻ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇവിടെ താഴെ തന്നിട്ട് ഫയർമാൻ ടെസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നവർക്കാണെങ്കിൽ അവരുടെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിനുള്ള ഓരോന്നിനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. റണ്ണിങ് ഉണ്ട്, 1500 മീറ്റർ റണ്ണിങ്, 200 മീറ്റർ റണ്ണിങ്, ഓരോന്നിനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ അത് ജസ്റ്റ് നിങ്ങൾ നോക്കുക. സോ അപ്പോൾ ഇവിടെ ചെയ്യുന്ന ISRO നിന്നാണ് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. സോ ഈ ക്വാളിഫിക്കേഷൻ മീറ്റ് ചെയ്യുന്നവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. താങ്ക് യു.